അനധികൃത ഖനനത്തിന് കുപ്രസിദ്ധമായ തെലങ്കാനയിൽ BRS സർക്കാർ ഭരിച്ച 2018 മുതൽ 2023 വരെ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലെന്ന് കണ്ടെത്തൽ. ഖനി മാഫിയയും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇതിന് കാരണമെന്ന വിമർശനം തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. സർക്കാർ കണക്കുപ്രകാരം ചുരുങ്ങിയത് 5000 അനധികൃത ഖനനമെങ്കിലും തെലങ്കാനയിൽ നടക്കുന്നുണ്ട് ഒരു വർഷം. എന്നിട്ടും 2023 വരെയുള്ള 5 വർഷം ഒരു കേസ് പോലും ഉണ്ടായില്ല എന്നതാണ് വിചിത്രം. 2018 മുതൽ 2023 വരെ 28,186 പരാതികളാണ് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. എന്നാൽ ഒരൊറ്റ FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു കേസ് ഫയൽ പോലും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുമില്ല. കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ പറഞ്ഞ കണക്കുകളാണിത്. തെലങ്കാന രാഷ്ട്രസമിതി സ്ഥാപകനും ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്രസമിതി നേതാവുമായ K. ചന്ദ്രശേഖര റാവു മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് അനധികൃത ഖനനത്തിനെതിരെ ഒരു FIR പോലും ഇല്ലാതിരുന്നത്. രാഷ്ട്രീയ നേതാക്കളോ അവരുടെ ബിനാമികളോ ഖനിയുടമകളാകുന്നതാണ് ഇതിന് കാരണമെന്ന് വിമർശനം ഈ കണക്കുകൾ ഉയർത്തുന്നു. വനഖനി മേഖലകളിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന NGO ബഞ്ചാര ഡെവലപ്മെന്റ് സൊസൈറ്റി ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. 10 ഏക്കർ ഖനനത്തിനായി അനുമതി നേടിയെടുക്കുന്ന ഖനിയുടമകൾ ഇത് 100 ഏക്കറിൽ നടത്തിയെടുക്കുന്നതാണ് പതിവെന്നാണ് NGO പറയുന്നത്. ഖനന നിയമമോ നിബന്ധനകളോ പാലിക്കപ്പെടാറില്ല. അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം പോലും തൊഴിലാളികൾക്കില്ല. NGO അധ്യക്ഷൻ സാംബശിവറാവു പറയുന്നു. രാജ്യത്ത് കൂടുതൽ ഖനി അപകടങ്ങൾ നടക്കുന്നതും തെലങ്കാനയിലാണ്. 2024-ൽ 459 ആക്സിഡന്റ് കേസുകൾ ഖനിത്തൊഴിലുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിലുണ്ടായി. എന്നാൽ അനധികൃത ഖനനത്തിനെതിരെ മാത്രം കേസുകളില്ല. തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് നേരെയാണ് ഈ കണക്ക് വിരൽ ചൂണ്ടുന്നത്. ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബംഗാൾ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഖനി മേഖലയിലെ മൊത്തം അപകട നിരക്കിനോളം വരും തെലങ്കാനയിലെ അപകട നിരക്ക്. അതേസമയം BRS സർക്കാർ പരാജയപ്പെട്ട് കോൺഗ്രസ് സർക്കാർ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വന്ന 2023-ൽ 17,938 കേസുകളിൽ 175 FIR-കളുണ്ടായി. കോടതിയിൽ 674 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അഴിമതിയും ഖനി മാഫിയ ബന്ധവും ഇതിൽ നിന്ന് വ്യക്തമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.